നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 വർഷമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയ ആളാണ് രേണു സുധി. അർബുദം സ്ഥിരീകരിച്ച ശേഷം അതിന്റെ ചികിത്സയും മറ്റുമായി കഴിയുകയാണ് രേണു. 2 കീമോ ചെയ്തു കഴിഞ്ഞു. ചികിത്സ നടക്കുന്നതിനാൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല. അതിനാൽ താരം സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് അല്ല. 3ാമത്തെ കീമോയ്ക്ക് പോകുന്ന കാര്യങ്ങളും അതുപോലെ പങ്കുവച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ആരോഗ്യത്തെക്കുറിച്ച് രേണു ഒന്നും പങ്കുവച്ചിരുന്നില്ല. ഇപ്പോഴിതാ 3ാമത്തെ കീമോയ്ക്ക് ശേഷം രേണു പങ്കുവച്ച റീൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. 3ാമത്തെ കീമോയ്ക്ക് ശേഷം ഇന്ന് എഴുന്നേറ്റു, പുറത്തെ കാറ്റുകൊണ്ടു, ദൈവത്തിന് നന്ദി എന്നാണ് റീൽ വീഡിയോയ്ക്ക് ഒപ്പം രേണു സുധി കുറിച്ചത്. രേണുവിനെ സ്നേഹിക്കുന്ന നിരവധി പേർ പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തിയിരുന്നു. രേണു സന്തോഷമായി ഇങ്ങനെ തന്നെ മുന്നോട്ടു പോകണം, പ്രാർത്ഥന എപ്പോഴും കൂടെയുണ്ടെന്നാണ് ഒരാൾ കുറിച്ചത്. രേണു സുധി ശരിക്കും ഒരു പ്രചോദനമാണെന്നാണ് ഈ അസുഖം സ്ഥിരീകരിച്ചതിന് ശേഷം പലരും പറയുന്നത്. പലരും തങ്ങൾക്ക് ക്യാൻസർ പോലൊരു രോഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ പേടിച്ച് സ്വയം ഉൾവലിയുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ രേണു സുധി അങ്ങനെ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. തീരെ വയ്യെങ്കിൽ മാത്രമേ രേണു ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാതെയുള്ളൂ. അല്ലാത്തപ്പോൾ തന്റെ ഡാൻസും റീലുമായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. കീമോ മാർക്ക് ചെയ്ത കൈ അനക്കാതെ പതിവ് പോലെ ഡാൻസ് വീഡിയോകളുമായി എത്തുന്ന രേണു കാണുന്നവർക്കും ആശ്വാസമാണ്. മുടിയൊക്കെ പോയി എങ്കിലും മകന് സങ്കടമാകും എന്നുള്ളത് കൊണ്ട് തന്നെ വിഗ് വെച്ചാണ് രേണു ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത്. കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുള്ള ആളാണ് രേണു സുധി. എന്നാൽ ആ പരിഹാസങ്ങൾ പോലും തന്റെ വളർച്ചയാക്കി മാറ്റി. നെഗറ്റീവുകൾ രേണുവിനെ മൂടുന്ന അവസ്ഥയിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ മത്സരാർത്ഥിയായി രേണു എത്തിയത്. ഷോയിൽ നല്ല പിന്തുണയും രേണുവിന് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ രേണു തന്നെ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പുറത്തു കടന്നു. പൊതുവെ ബിഗ് ബോസ് ഷോ പലരുടെയും ഇമേജ് മോശമാക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ രേണുവിനെ സംബന്ധിച്ച് പോസിറ്റീവായിരുന്നു. പക്ഷേ അതും പിന്നീട് പല കാരണങ്ങളാലും നെഗറ്റീവായി. വീണ്ടും സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്ക് തുടരുന്ന സാഹചര്യത്തിലാണ് രേണു സുധിക്ക് സ്റ്റേജ് 3 ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് വെളിപ്പെടുത്തിയത്. നേരത്തെ അസുഖത്തിന്റെ കാര്യം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും രേണു ചികിത്സിക്കുകയോ ഡോക്ടർ സൂചന നൽകിയ കാര്യം ആരോടും പറയുകയോ ചെയ്യാതെ മറച്ചുവെക്കുകയായിരുന്നു. രോഗിയായി തന്നെ ആരും കാണേണ്ട, താൻ തിരിച്ചു വരുമെന്നാണ് ഇപ്പോഴും രേണു സുധി പറയുന്നത്. ചികിത്സയുടെ കഠിനമായ ഘട്ടങ്ങളിലൂടെയും ആത്മവിശ്വാസവും പ്രസന്നതയും കൈവിടാതെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ രേണുവിനെ അഭിനന്ദിച്ചാണ് 100 കണക്കിന് പേർ കമന്റുകളുമായി എത്തിയത്. ശരിക്കും നിങ്ങളൊരു പോരാളിയാണ്, സമ്മതിക്കുന്നു ഈ ധൈര്യത്തെ. സൂപ്പർ, വേഗം സുഖമായി പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരൂ, ദൈവം അനുഗ്രഹിക്കട്ടെ, സന്തോഷമായിരിക്കൂ മോളെ എന്നിങ്ങനെ സ്നേഹവും പ്രാർത്ഥനയും നിറഞ്ഞ പ്രതികരണങ്ങളാണ് കമന്റ് ബോക്സിൽ നിറയുന്നത്. നിരവധി കമന്റുകൾക്ക് രേണു സുധി നേരിട്ടും മറുപടി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് രേണു സുധിക്ക് യൂട്യൂബിൽ നിന്ന് സിൽവർ പ്ലേ ബട്ടൺ ലഭിച്ചത്. കേക്ക് മുറിച്ച ആ നേട്ടം ആഘോഷിച്ച താരം തന്റെ യൂട്യൂബ് ചാനലിനെ ഈ നേട്ടത്തിലെത്തിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദിയും അറിയിച്ചിരുന്നു. ഇതിനിടയിൽ രേണുവും സുധിയുടെ മകൻ കിച്ചുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് രേണുവിന് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടും കിച്ചു രേണുവിനെ കാണാൻ ചെന്നില്ലെന്നും തനിക്ക് കിച്ചുവിനെ കാണണമെന്നുണ്ടെന്നും എല്ലാം രേണു പറഞ്ഞത് കിച്ചുവിന് വലിയ എതിർപ്പുകൾക്ക് കാരണമായിരുന്നു. ഇതേ തുടർന്ന് കോട്ടയത്തെ സുധിലയത്തിൽ രേണുവിനെ കാണാനായി കിച്ചു പോയിരുന്നു. എന്നാൽ അന്ന് രേണു ആശുപത്രിയിലായിരുന്നതിനാൽ കിച്ചുവിനെ കാണാൻ കഴിഞ്ഞില്ല. അനിയൻ ഋതുലിനൊപ്പം കുറച്ചു സമയം ചിലവഴിച്ച ശേഷം കിച്ചു മടങ്ങി. ഇതേ തുടർന്ന് സബ്സ്ക്രിപ്ഷനിൽ രേണു പങ്കുവച്ച വീഡിയോകൾ തന്നെ വിഷമിപ്പിച്ചിരുന്നു എന്ന് കിച്ചു തുറന്നു പറഞ്ഞതിന് പിന്നാലെ താൻ മരിച്ചാൽ പോലും കിച്ചു തന്നെ കാണാൻ വരരുത് എന്നാണ് രേണു പറഞ്ഞത്. രേണു തന്റെ കയ്യിൽ പല തെളിവുകളുണ്ടെന്ന് പറഞ്ഞ് കിച്ചുവിന് എതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ രേണു സുധിക്ക് അർബുദം സ്ഥിരീകരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കിച്ചു അവരെ വിളിച്ചിരുന്നു എന്നായിരുന്നു മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ പറഞ്ഞിരുന്നത്. എന്നാൽ കോൾ എടുത്തത് രേണുവിന്റെ ചേച്ചിയാണെന്നും അവിടെ നിന്നും വന്ന വോയിസ് മെസ്സേജ് വിഷമിപ്പിച്ചതിനാലാണ് അവൻ പിന്നീട് രേണുവിനെ വിളിക്കാതിരുന്നത് എന്നും സായി കൃഷ്ണ പറഞ്ഞു. ഞാൻ ആദ്യമായി രേണുവിനെ വീഡിയോ കോൾ ചെയ്ത ദിവസം എന്നോട് രേണു കരഞ്ഞു പറഞ്ഞ ഒരു കാര്യമുണ്ട്. കിച്ചുവിനോടൊന്ന് സംസാരിക്കണം സായി എന്നതായിരുന്നു അത്. അവരുടെ ഫോൺ വെച്ചയുടൻ ഞാൻ കിച്ചുവിനെ വിളിച്ചു. അവൻ എന്നോട് പറഞ്ഞത്, സായി ബ്രോ, ഞാൻ അമ്മയെ കോണ്ടാക്ട് ചെയ്തിരുന്നു, പക്ഷെ അമ്മയെ ഫോണിൽ കിട്ടിയില്ല. അമ്മയുടെ ചേച്ചിയാണ് ഫോൺ എടുത്തത്. അതിനുശേഷം എനിക്ക് ഒരു വോയിസ് മെസ്സേജ് വന്നു. ആ വോയിസ് മെസ്സേജ് എനിക്ക് ഒരുപാട് സങ്കടമുണ്ടാക്കി. അതുകൊണ്ട് പിന്നീട് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പോയില്ല. പിന്നീട് വീട്ടിൽ വന്ന് കാണട്ടെ എന്ന് ഞാൻ ചോദിച്ചു.
ആശുപത്രിയിൽ വന്ന് കാണാൻ പറ്റില്ല, രേണു വീട്ടിലുള്ള ദിവസം പറയാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ വീട്ടിൽ നിന്നും ആളെയും കൂട്ടി പോകാമെന്നാണ് കിച്ചു എന്നോട് രേണുവിന് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ച സമയത്ത് പറഞ്ഞത്. ചിലപ്പോൾ കിച്ചു വിളിച്ചത് രേണു അറിഞ്ഞു കാണില്ല. രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരാൾ മകൻ വിളിച്ചോ ഇല്ലയോ എന്നത് അറിയണമെന്നില്ലല്ലോ. അതിന്റെ സങ്കടത്തിലാകും കിച്ചു കാണാൻ വന്നില്ല എന്ന് രേണു പരാതി പറഞ്ഞത്. കീമോയ്ക്ക് പോകും മുൻപാണ് കിച്ചുവിനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് രേണു വീഡിയോ ഇട്ടിരുന്നത്. കീമോ കഴിഞ്ഞ ശേഷമാണ് എന്നോട് സംസാരിച്ചത്. മകൻ വിളിച്ചിരുന്നു എന്നത് അപ്പോഴാണ് രേണുവിന് മനസ്സിലാകുന്നത്. ആദ്യം വീഡിയോ ഇട്ടപ്പോൾ രേണുവിനെ കിച്ചു വിളിച്ച വിവരം അറിയില്ല. അമ്മയും മകനും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, സബ്സ്ക്രിപ്ഷൻ വീഡിയോയുടെ പ്രശ്നങ്ങളുണ്ടെന്നും കിച്ചു പറഞ്ഞതാണല്ലോ. ഇരുവർക്കുമിടയിലെ പ്രശ്നങ്ങൾ തീർക്കാതെ ആളുകൾ അവരെ തമ്മിൽ തല്ലിക്കാനാണ് നോക്കുന്നത്. പിന്നെ ഇങ്ങനെയാണ് രേണുസുതിക്കെതിരെയുള്ള കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ മിക്കവാറും രേണു സ്വയം ആത്മഹത്യ ചെയ്യും. ഒരു മനുഷ്യന് ഇത്രയധികം ആക്രമണങ്ങൾ വന്നാൽ പിന്നെ വേറെ എന്ത് ചെയ്യും? ആ ബിഷപ്പിനെയൊക്കെ ചാട്ട കൊണ്ട് അടിക്കണം. അയാൾ ബിഷപ്പാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്നും രേണുവിന് ക്യാൻസർ ഉണ്ട്. അസുഖമൊന്നും ആർക്കും ഫേക്ക് ചെയ്യാൻ പറ്റില്ല. കീമോയുടെ മെഡിസിൻ കയറിയാൽ ശരീരമാകെ തളർന്നു പോകും. രേണുവിന്റെ ശരീരഭാരം പോലും വളരെ കുറവാണ്. അതുപോലെ ലക്ഷ്മി നക്ഷത്രയുടെ കാര്യം പറയുകയാണെങ്കിൽ അവരെ എന്തുകൊണ്ടാണ് രേണു വീട്ടിലേക്ക് വിളിച്ച് കാണിക്കാത്തത്? എന്തുകൊണ്ട് വീട്ടിലേക്ക് വരാൻ രേണു പറയുന്നില്ല? എന്തുകൊണ്ട് ലക്ഷ്മി പോകുന്നില്ല? കഥകൾ കുറേയുണ്ട്. പറയാൻ നിന്ന് കഴിഞ്ഞാൽ കുറെ പറയേണ്ടി വരും എന്നാണ് സായി കൃഷ്ണ പറഞ്ഞിരുന്നത്. വേറെ കണക്കുകളിലേക്ക് പോകും, അതുകൊണ്ടാണ് പറയാത്തതെന്നും ലക്ഷ്മി സഹായിച്ചു എന്ന് പറയുന്നവരോട് കൂടെ നിന്ന് ഒരാളെ സഹായിക്കുന്നതും മുതലെടുക്കുന്നതും രണ്ടും വേറെ വേറെയാണ്. ലക്ഷ്മി രേണുവിന്റെ കണ്ണീര് വിറ്റ് മുതലാക്കി ലക്ഷ്മി നക്ഷത്ര ചാരിറ്റി പോണാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാറും ലൈറ്റും ക്യാമറയുമായി ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത സങ്കടം ലക്ഷ്മിക്ക് ഉണ്ടാകും. എന്തുകൊണ്ട് രേണുവിനെ കാണാൻ പോയില്ല എന്ന് ആരെങ്കിലും അവരോട് ചോദിച്ചോ എന്നും സായി കൃഷ്ണ ചോദിക്കുന്നുണ്ട്. കിച്ചുവുമായുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം പുതിയ വീഡിയോയുമായി രേണുസുതി എത്തിയിരുന്നത്. കൊല്ലം സുതിയിൽ തനിക്ക് പിറന്ന ഏക മകൻ ഋതുലിൽ തന്റെ മാതാപിതാക്കൾക്കും ചേച്ചിക്കും കുടുംബത്തിനും അല്ലാതെ മറ്റാർക്കും അവകാശമില്ല എന്നാണ് രേണു പറഞ്ഞിരുന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.